ഒരു ഗാർഡിങ് നമ്മള് എഞ്ചിന്റെ അടിയിലല്ലേ ഒരു ഗാർഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തത് അതുകൊണ്ട് ആ ഭാഗം ഹായ് ഫ്രണ്ട്സ്, ട്രാവലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ട് അവന്റെ 220 BS4 ഓണർഷിപ്പ് റിവ്യൂ ആണ്. ഓണർ എന്റെ കൂടെ തന്നത് ബിജു സാറാണ്, ഒരു KSE ഉദ്യോഗസ്ഥൻ കൂടിയാണ്. നമുക്ക് നേരെ ബിജു സാറിനെ പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് ബിജു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി ചെയ്യുന്നത്. KSEB. ഓക്കെ. ഒരു റൈഡർ കൂടിയാണ്. ഇപ്പോൾ യാത്രകൾ കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മാത്രമല്ല KSEBയിലെ എൻ്റെ ജോലി എന്ന് പറയുന്നതും കുറച്ച് അത്യാവശ്യം യാത്രയുള്ള ഒരു ഫീൽഡാണ്. പിന്നെ അപ്പം ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത് തന്നെ അത്തരം ഒരു യാത്രകളും കാരണം ഒഫീഷ്യലായിട്ടുള്ള ട്രാവലിംഗ് ഒരുപാടുള്ളത് കൊണ്ട് അങ്ങനെ ഈ വണ്ടി ചൂസ് ചെയ്തതാണ്. പിന്നെ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ, കംഫോർട്ട്, ഒരു കംഫർട്ട്, കാല് നീട്ടി വെച്ചിട്ട് പോവാം. കാല് അത്യാവശ്യം മുട്ടുവേനൊക്കെ ഉള്ളവർക്ക് ഒരു റിലാക്സ് ചെയ്യാൻ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ലോങ് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതെ. അതിനുവേണ്ടി സജസ്റ്റ് ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ അതിലിപ്പോൾ വണ്ടി വാങ്ങിച്ചത് കഴിഞ്ഞ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്താണ്, മാർച്ച് 2020. അത് തുടങ്ങിയപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ആയി. പിന്നെ അതിനുശേഷം ഇതുവരെ ബസ്സിലോ ട്രെയിനിലോ കയറിയിട്ടില്ല. യാത്ര ഇതിൽ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പാലക്കാട് പോയിട്ട് വന്നു. ഒറ്റ സ്ട്രെച്ച് രാവിലെ 3 മണിക്ക് ഇവിടുന്ന് വിട്ടു. ഒരു 8:30 ആയപ്പോൾ പാലക്കാടെത്തി. ഒരു റൈഡിൽ നിന്നേ നിർത്താതെ പോയി. ആകെ അടിച്ച് പിന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രമേ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് കൂടി ഈ വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ഡീറ്റെയിൽസ് പോയിക്കൂടെ? ഓക്കെ. Getting hype when I aim up, elevating that game up, stepping up to the competition, only first place and that's how I'm living. I'm with it till they digging up my grave, eating all the things up on my plate, game face when I step up in the place, I was born and when I watch me elevate. Watch me elevate. I was born to win, now watch me elevate. I was born to win, now watch me elevate. All in when I show up, whole place about to blow up, superior to that competition, I'm in first place, yeah, that's how I'm living, I'm with it till they digging up my. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് പുതിയ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പുതിയ അവഞ്ചർ എടുക്കാൻ. അതെ. ഞാനിതിപ്പോൾ ഒരു ഏകദേശം 30,000 കിലോമീറ്റേഴ്സ് ഓടിക്കാം. 30,000 ജസ്റ്റ് നോണേക്കാണ്. 31,130 അല്ലേ? അപ്പം നല്ലൊരു കിലോമീറ്റർ ഓടി. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ വണ്ടി മൊത്തത്തിൽ എങ്ങനെ പറയാനില്ലേ? മൊത്തത്തിൽ പറഞ്ഞാൽ റൈഡിങ് കംഫർട്ട് സൂപ്പറാണ്. 100% കൊടുക്കുക. പക്ക. വൈബ്രേഷൻ ഒട്ടുമില്ല. ഒട്ടും വൈബ്രേഷൻ ഇല്ല. എഞ്ചിൻ സൗണ്ട് ഒന്നും നമ്മൾ ഹെൽമെറ്റും വെച്ച് പോകുന്നതാണെങ്കിൽ സുഖമായിട്ട് പാട്ടും കേട്ടിട്ട് വേണം പോവാം. ഒച്ചപ്പാടൊന്നുമില്ല. ഓക്കെ. അപ്പം റൈഡർ സീറ്റ് പോലത്തെ പില്യൻ സീറ്റിലേക്ക് വരുമ്പോൾ എന്താ പറയല്ലേ? പില്യൻ സീറ്റിൽ ഞാൻ ഇതുവരെ യാത്ര ചെയ്തില്ല എന്നുള്ളതാണ്. എന്നോട് ചെയ്ത ആള് പറഞ്ഞത് നല്ല കംഫർട്ടാണ്. ചാരി നല്ല ഗ്യാബ്രയിൽ കൂടി വരുന്നുണ്ട്. അതെ. റസ്റ്റില് അത്യാവശ്യം നടുവേദന ഉണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചാരി ഇരുന്ന് പോവാം. റൈഡർ ആയാലും പില്യൻ സീറ്റ് ആയാലും അടിപൊളി. എനിക്ക് പറഞ്ഞു കേട്ട് ഇത് ഫ്രണ്ടിലിരിക്കുന്നവർക്കാണ് സുഖം ബാക്കിലാണെന്ന് തോന്നുന്നു. പറഞ്ഞു ഒരാള്. ഞാൻ ഇതുവരെ ഇരുന്ന് നോക്കിയിട്ടില്ല. അപ്പം നമ്മളെ അവഞ്ചറിന്റെ റൈഡിംഗ് പൊസിഷനെ കുറിച്ച് പറയാൻ റൈഡിംഗ് പൊസിഷൻ ഇത് തന്നെയാണ്. പിന്നെ നമ്മള് ഇരുന്ന് കഴിഞ്ഞാല് ഇപ്പം കാലിങ്ങനെ നീട്ടി വെക്കാം. ജസ്റ്റ് ഇരുന്ന് കാണിച്ചാ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കാല് ഇത് ഏകദേശം ഇത്രയും ക്രൂസ് ചെയ്ത് ഓടിക്കാം. ഓടിക്കാൻ പറ്റും. ഈ ഇവിടെയുള്ള സ്ട്രെയിൻ ഉണ്ടാവില്ല. ഇല്ല.
പിന്നെ ഇതിന് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ക്രൂസർ ബൈക്കിന്റെ ഫുഡ് റെസ്റ്റ് പറഞ്ഞാൽ ഈ ടൈപ്പ് അല്ല ഉണ്ടാവുന്നത്. ഈ ടൈപ്പ് അല്ല ഉണ്ടാവുന്നത്. ഇത് ഫുഡ് ഇതാണ് വേണ്ടത്, ഫുഡ് ബോർഡാണ് വേണ്ടത്. ബോർഡാ വേണ്ടത്. പക്ഷെ അവഞ്ചർ എന്തുകൊണ്ടോ അത് മുമ്പേ ഉണ്ടായിരുന്ന ഇതിന്റെ ഒരു പഴയ മോഡൽ വണ്ടി എന്ന് പറയുന്നത് യമഹയുടെ എൻറ്റീസർ ഉണ്ടായിരുന്നു. എൻറ്റീസർ ഇന്നിപ്പോൾ മാർക്കറ്റില്ല. അപ്പൊ എൻറ്റീസറിന്റെ ഫുഡ് ബോർഡായിരുന്നു. ബോർഡ് പറയുമ്പോൾ കുറച്ച് വീതി കൂടിയത്. കുറച്ച് ഏകദേശം നമ്മളൊരു ഷൂവിന്റെ അത്രയും സുഖമായിട്ട് കാല് വെക്കാൻ പറ്റും. ഇവിടുന്ന് ഒരു ബോർഡ് പോലെ ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ദൂരം. അപ്പൊ അതൊരു കാല് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റിയിട്ട് നമ്മൾ വെക്കാം. അതുകൂടി കൊണ്ടുവരുന്നതാണെങ്കിൽ നല്ല. അതും കൂടെ ഇതിന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഇത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ഷോർട്ടാണ്. ഈ ടൈപ്പ് ബൈക്ക് അധികം ഇല്ല. ഇന്ത്യയിലുള്ളത് നമുക്ക് ക്രൂസർ സെഗ്മെന്റിൽ വരുന്നത് എൻഫീൽഡ്, പിന്നെ ഉള്ളത് ഇത് തന്നെയുള്ളൂ, ബജാജിന്റെ അവഞ്ചർ. എൻഫീൽഡിന്റെ വണ്ടികളിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? എൻഫീൽഡിന്റെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് വൈസ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ആ വണ്ടിയുടെ ഏകദേശം 1 ലക്ഷം രൂപ കുറഞ്ഞ റേറ്റ് നമുക്ക് ഇത് വണ്ടി. മൈലേജും കൂടുതലുണ്ട്. മൈലേജ് ഏകദേശം എനിക്ക് 48 കിലോമീറ്റേഴ്സ് വരെ. പക്ഷേ ഈ റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾക്ക് പോകുമ്പോൾ നമ്മളെ ടോർക്കും ഉണ്ട്. അതും പറയാൻ വരുവാണ്, ഞാൻ അതിലേക്ക് എത്തുകയാണ്. അപ്പൊ ടോർക്ക് പറയുകയാണെങ്കിൽ ഇതിപ്പോ 220cc ആണ്. എൻഫീൽഡ് എല്ലാം 350 കുറഞ്ഞിട്ട് ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അതിന്റേതായ പവർ അതിന് കൂടുതലുണ്ട്. പിന്നെ ഇനീഷ്യൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു മൂവിങ് അത് ഇല്ല. എന്തായാലും നമുക്ക് ആ ഒരു സ്പോർട്സ് ടൈപ്പിന് അല്ലല്ലോ ഇത്. സ്പോർട്സ് ആയതുകൊണ്ട് നമുക്കൊരു ഡീസന്റ് ഡ്രൈവിംഗിൽ സമാധാനപ്രിയ. അതെ. എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഈ വണ്ടി എനിക്ക് പക്കയാണ്. നമ്മളൊരു മിനിമം സ്പീഡിൽ സമാധാനമായിട്ട് അതെ നല്ല അടിപൊളി കംഫോർട്ടിൽ ഓടിക്കാൻ പറ്റിയ വണ്ടി. അതെ. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം പാലക്കാട് പോയിട്ട് വന്ന കാര്യം. അപ്പം പാലക്കാട് പോയി രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ജാക്കറ്റൊക്കെ ഇട്ടങ്ങ് വിട്ടതാണ്. അപ്പം പോകുമ്പോഴത്തേക്കും പല ബൈക്കുകാരെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. മിക്കവാറും ടൂറിസ്റ്റുകൾ തന്നെയാണ് കൂടുതലും. ആ സമയത്തൊക്കെ രാവിലെ ഉണ്ടാവും അങ്ങോട്ടൊക്കെ, ഊട്ടി ഭാഗത്തൊക്കെ തന്നെ. അപ്പൊ എല്ലാവരും ഇത് തന്നെയാണ് ഈ കൂടുതൽ വണ്ടികളും കാണുന്നത് എൻഫീൽഡ് തന്നെയാണ്. അവര് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഒരു ലിമിറ്റ് 60 ആ റേഞ്ചിൽ പിടിച്ച് 60-50 തന്നെ പിടിച്ചിട്ട് പോകും. ബാക്കി അങ്ങനെ തിരക്കുള്ള ആൾക്കാരെ അവർക്ക് സൈഡ് കൊടുത്ത് വിടുവാണ് എന്റെ ഒരു രീതി. സമാധാനമായിട്ട് പോവാ. അങ്ങനെയുള്ള റൈഡേഴ്സിന് പറ്റിയ വണ്ടിയാണ്. പിന്നെ ആ സ്റ്റാർട്ടിങ്ങിലുള്ള സഡൻ പിക്കപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. സഡൻ പിക്കപ്പില് ഞാനിപ്പോ ഏത് വണ്ടിയായാലും സഡൻ പിക്കപ്പ് പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പവർ കൂടുതൽ വണ്ടി ആയാൽ പോലും ഞാൻ മെല്ലെ പിക്കപ്പ് ചെയ്ത് പോകാറുള്ളൂ. അങ്ങനെയാണ് അത് നമ്മളെ സയൻസിന്റെ റൂളും അങ്ങനെയാണ്. സീറോ ഇരിക്കുന്ന സാധനം പെട്ടെന്ന് പിക്കപ്പ് ചെയ്ത് പോകുന്നത് നമ്മൾ എന്തുകൊണ്ടും എല്ലാ മെക്കാനിക്കൽ പാർട്സിനും അത് ഡാമേജ് ഉണ്ടാവും. ലൈഫ് ലോങ് വെച്ചിട്ട് നോക്കുമ്പോൾ അത് ഇതിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് അതിന്റെ ഇതറിയാം. അതെ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണല്ലോ. അപ്പോൾ ആ ഒരു ചെയിനായാലും അത് എന്തായാലും എഫക്ട് ഉണ്ടാവും. അവസാനത്തെ ആ ജനറേഷനിലെ അവസാനത്തെ കണ്ടിയാണിത്. ഞാൻ അന്ന് മാർച്ച് 23rd രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതോടെ BS4 സ്റ്റോപ്പ് ചെയ്തു. അത് ഇപ്പൊ സെക്കൻഡ് അവഞ്ചർ എടുക്കാൻ വരുന്നത് എന്താ പറയുന്നത്? ഇപ്പൊ സെക്കൻഡ് സെയിലിൽ എടുക്കുവാണെങ്കിൽ BS4 ഇപ്പൊ സെക്കൻഡിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികളായിരിക്കണം. സർവീസ് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ ബജാജിന്റെ വണ്ടികൾ കൊള്ളൂല. അതൊരു പ്രശ്നമുണ്ട്. ബജാജിന്റെ ശ്രദ്ധിക്കേണ്ടത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയൊക്കെ എടുക്കാം. അതെ സർവീസ് സെന്ററിൽ നിന്ന് മെയിൻറ്റെയിൻ. ഞാനിപ്പം ഇതുവരെയായിട്ടും ഫ്രീ സർവീസ് കഴിഞ്ഞിട്ടും അതിനുശേഷം എല്ലാ പറഞ്ഞൊരു കൃത്യമായ ഇന്റർവെല്ലിൽ സർവീസ് സെന്റർ കൊണ്ടുപോയിട്ട് ചെയ്യുന്നതാണ്. പറയുന്ന എല്ലാ സാധനവും ഞാൻ അവിടെ ഇരുന്ന് നോക്കിയിട്ടേ വരുള്ളൂ. ഗ്ലാസ് റൂം ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് ഞാൻ നോക്കും അവരെന്തൊക്കെയാ ചെയ്യുന്നത് നോക്കിയിട്ട് അവരാ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ചെയ്യിപ്പിക്കും. MC എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി വേണം എടുക്കാൻ വേണ്ടി. മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി നിങ്ങൾക്ക് ധൈര്യത്തിൽ എടുക്കാം. കഴിച്ചു നിൽക്കില്ല ഇല്ല, അല്ലെങ്കിൽ പിന്നെ വേഗം ആക്രിക്ക് കൊടുക്കേണ്ടി വരും. ഈ അവഞ്ചറിൽ ഇപ്പൊ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അഡീഷണൽ ആയിട്ടൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. ഒന്നാമത് ചെയ്ത് ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഫ്രണ്ടിലൊരു സ്റ്റിക്കർ സ്റ്റിക്കർ ഒട്ടിച്ചപ്പം ഒരു മൊത്തം അതിന്റെ ഒരു ഭാവം മാറി. ഇതെല്ലാം കമ്പനി ഇല്ലല്ലേ? ഗ്ലാസൊക്കെ കമ്പനി വരുന്നതാണ്. പിന്നെ ചെയ്തത് ഈ ഒരു ബോക്സ് ആണ്. നമ്മൾ ഈ വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ ബോക്സ് ചെയ്തത്. അത് പിന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെയും കിട്ടാനില്ല. ഇന്ത്യയിൽ കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ അലി എക്സ്പ്രസ്, അലിബാബ, അതേപോലെ ലസാദ, സിംഗപ്പൂരിലെ ലസാദയിലൊക്കെ ഇത് കിട്ടാനുണ്ട്. അപ്പൊ എന്റെ ബ്രദറിൻലോ സിംഗപ്പൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവനിപ്പോൾ അവിടെ നിന്ന് മാറി സൗദിയിലേക്ക് പോയി. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, മിസ്റ്റർ പ്രീജേഷ് സാറ് എനിക്ക് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ലസാദയിൽ ഞാനിവിടുന്ന് ഓർഡർ ഇട്ടു, പേയ്മെന്റ് ചെയ്ത് പ്രീജേഷിന് ഡെലിവറി ചെയ്തു. അദ്ദേഹം അത് ഒരു കൊറിയറിൽ പാർസൽ ഇങ്ങോട്ട് അയച്ചു തന്നു. അപ്പൊ എല്ലാം കൂടെ ഇതിനിപ്പോ 2 ബോക്സിനും കൂടെ ഏകദേശം 7,000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. 7,000 രൂപയുടെ കോസ്റ്റ് വരുന്നുണ്ട്. 7,000 അടുത്ത് വന്നു. പിന്നെ ഇങ്ങോട്ട് അയക്കാൻ ഒരു 3,000. കാരണം അവിടെ ഡെലിവറി ചെയ്തിട്ട് സിംഗപ്പൂർ ഡെലിവറി ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്
പിന്നെ പ്രൊഫഷണലാണെന്ന് തോന്നുന്നു, പ്രൊഫഷണലാണ് ഇങ്ങോട്ട് അയച്ചത് അവര്. ഓക്കെ. അപ്പോൾ അതിന് ഷിപ്പിൽ 2 മാസം എടുത്തു ഇവിടെ എത്താൻ. 2 മാസം. അപ്പോൾ ടോട്ടൽ എത്ര ബഡ്ജറ്റ് ഉണ്ട് ഈ ബോക്സ്? ഒരു 10,000 ആയി. 10,000 രൂപ. 10,000 രൂപ കൊടുത്ത് വാങ്ങിയ ബോക്സ്. പിന്നെ ഇതിന്റെ ഫാബ്രിക്കേഷൻ, ഇത് ഫിക്സ് ചെയ്യാനുള്ള ഫാബ്രിക്കേഷനും മെറ്റൽ വർക്ക് എല്ലാം ഞാൻ തന്നെ ചെയ്തു, സ്വന്തം ചെയ്തതാണ്. സ്റ്റീലിന്റെ ഇത് വാങ്ങിച്ചിട്ട്, അതായത് ഇവിടുത്തെ ഈ പിടി കാര്യങ്ങളല്ലേ അതൊക്കെ വെൽഡ് ചെയ്തൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് എല്ലാം ചെയ്തത് ഞാൻ തന്നെ. ഈ അവഞ്ചറിനോട് ചേരുന്ന ഒരു ബോക്സ് പറയാം അല്ലേ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറയാനുള്ളതെങ്കിൽ ഇതൊരു പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഗാർഡിങ് നമ്മള് എഞ്ചിന്റെ അടിയിലല്ലേ ഒരു ഗാർഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തത് അതുകൊണ്ട് ആ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് ഇപ്പൊ നിൽക്കുന്നത്, നീറ്റായി നിൽക്കും അല്ലേ? നമ്മളെ മേത്തോട്ട് കാലിലോട്ട് ചളി അടിച്ച് കയറുന്നു, നല്ല ഫാസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പോൾ നന്നായി ചളി അടിക്കും. എഞ്ചിൻ പ്രൊട്ടക്ട് ചെയ്യും. പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ അത് അധികം കയറ്റരുത്, കാരണം ഇവിടെ ഓയിൽ കൂൾഡ് റേഡിയേറ്റർ ഉണ്ട്. റേഡിയേറ്ററിനെ ബ്ലോക്ക് ചെയ്യരുത്, അപ്പം ആ ഫിൻസിനെ ബ്ലോക്ക് ചെയ്യരുത്. അതുകൊണ്ട് ഏറ്റവും താഴെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇനിയിപ്പോ ഇങ്ങനെ ബ്ലോക്ക് ചെയ്താൽ പോലും ഇങ്ങനെ ഒരു എയർ വെന്റിലേഷനിലെ ചാൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത്ര എയർ ബ്ലോക്ക് വരുന്നില്ല അതിനകത്ത്. ഞാൻ തന്നെയാണ് ഇതും ഫാബ്രിക്കേറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഗുണം മാത്രമേ. പലരും ചോദിക്കാറുണ്ട് ഇത് കമ്പനി സ്റ്റാൻഡേർഡ് ഫിറ്റിംഗിൽ വരുന്നതാണോ, കമ്പനി തന്നെയാണോ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ അവഞ്ചർ യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഉപകാരമുള്ള സംഭവം കൂടെ സാറ് പറഞ്ഞത്. ഞാൻ ഫാബ്രിക്കേഷൻ താല്പര്യമുള്ള ചെയ്ത് പറഞ്ഞ് ചെയ്യിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അവഞ്ചറിന്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളും എന്താ പറയല്ലേ? അപ്പോൾ സർവീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു സർവീസ് സെന്ററിൽ നിന്ന് മാത്രമേ ഇതുവരെ സർവീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ജെന്യൂൻ സ്പെയർസ് തന്നെ ഉപയോഗിക്കുന്നത്. അത് തന്നെ എനിക്ക് വലിയൊരു കോസ്റ്റ്ലി ആയിട്ടും തോന്നിയിട്ടില്ല. നോർമൽ കോസ്റ്റേ ഉള്ളൂ. മറ്റുള്ള എൻഫീൽഡിന്റെ കോസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻഫീൽഡിന്റെ കോസ്റ്റ് ഉണ്ടല്ലേ? അപ്പം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നമ്മളെ കീശൊക്കെ അധികം വെയിറ്റ് വരാതെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. നമ്മുടെ കീശ പൈസ നിൽക്കും. അതെ, മൈലേജും കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അത്രേ ഉള്ളൂ. പിന്നെ ഈ വണ്ടി കണ്ടിട്ട് പലരും ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലവര് പിന്നെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. പിന്നെ താഴെ ഇരിക്കുന്ന കുഴിഞ്ഞിരിക്കുന്ന അത് നെഗറ്റീവ് പറഞ്ഞ കേൾക്കണ്ടല്ലോ. അത് എനിക്ക് ആവശ്യമില്ല, നമുക്ക് കംഫർട്ടാണെന്ന് മാത്രമേ. അതായത് സാറിന് ഓടിച്ച് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഓക്കെ. അത് മാത്രമല്ല നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അത് വണ്ടി കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ വേറെ നേരത്തെ ആ പവറിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇനീഷ്യൽ സ്റ്റാർട്ടിങ് പവർ. അപ്പൊ അത് നമുക്ക് പൾസർ 220 ആണെങ്കിൽ നമ്മൾ മിക്കവാറും സ്റ്റണ്ട് ബൈക്കാണ്, അതെടുത്തിട്ട് അതിന് നല്ല പവർ ഉണ്ട്, 220cc പവർ ഉണ്ട് നല്ല. പക്ഷെ ഇതിന്റെ സെയിം പൾസറിന്റെ 220 അതേ ഓയിൽ കൂൾഡ് റേഡിയേറ്റർ കൂൾഡ് എഞ്ചിനാണ്, സെയിം എഞ്ചിനാണ്. പക്ഷെ ആ പവർ ഇതിന് കിട്ടില്ല. കാരണം ഒന്നാമത് ടയർ ബാക്ക് വീല് നല്ല സൈസുള്ള ടയറാണ്. സൈസ് എന്ന് പറയുന്നത് 140, 90, 15 ടയറാണ് ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് ബൾക്കിയ ടയറാണ്. അതുകൊണ്ട് തന്നെ അതിന് അത്രയും ഡ്രൈവ് ചെയ്യണമെങ്കിൽ അത്രയും പവർ വേണമല്ലോ. ആ പവർ നമുക്ക് അവിടെ ലോസ് ആണ്. പിന്നെയുള്ള വേറെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിലെ ചെയിൻ സ്പ്രോക്കറ്റ് മറ്റേ ഈ പൾസർ 220 കുറച്ച് ഡയമീറ്റർ കുറവുള്ളതാണ്. ചെറുതാണോ? അപ്പൊ ഡയമീറ്റർ ചെറുതാവുന്ന സ്പീഡപ്പ് ആയി കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആവും. ഞാൻ 80-85 വരെ പോയി നോക്കിയിട്ടുണ്ട്. അതായത് നമ്മളൊരു 220 മൂവിങ് കിട്ടൂല. മൂവിങ് കിട്ടും, ഗ്രാജുവൽ ആയിട്ട് സ്പീഡപ്പ് ആയിട്ട് വരും. അത് ചെറിയ പീരീഡ് സമയത്ത് തന്നെ സ്പീഡപ്പ് ആവുന്നുണ്ട്. ഒരു 5-8 സെക്കൻഡിനുള്ളിൽ 60 എത്തുന്നുണ്ട്. ആൾക്കാർക്ക് പവർ കുറവെന്ന് പറയുമ്പോൾ എഞ്ചിൻ പവർ കുറവായതുകൊണ്ടാണോ എന്നില്ല തോന്നുന്നുണ്ടോ? പവർ കുറവുകൊണ്ടല്ല ഫീച്ചർ. പിന്നൊരു കാര്യം പറയാനുള്ളത്, അവഞ്ചർ മെയിനായിട്ട് വരുന്നത് 2 സീരീസാണ്. മെയിനായിട്ട് സിറ്റി സെഗ്മെന്റും ക്രൂസറും. ഇത് ക്രൂസർ മോഡലാണ്. സിറ്റി ആകുമ്പം ഇതിന് ഗ്ലാസ് ഉണ്ടാവില്ല, ഹെഡ്ലൈറ്റ് വ്യത്യാസമുണ്ട്. പിന്നെ എഞ്ചിൻ പിന്നെ വീല് ഇതായിരിക്കും, അലോയ് വീലായിരിക്കും. ഇത് സ്പോക്ക് വരുന്നല്ലേ? സ്പോക്കാണ്. 2 മോഡൽ വരുന്നുണ്ട്. ഇത് മെയിനായിട്ട് 2 സെഗ്മെന്റ് വരുന്നുണ്ട്. ഒന്ന് 220cc 160cc വരുന്നുണ്ട്. ഓക്കെ. രണ്ടും വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അത് 160cc വാങ്ങിയിട്ട് തീരെ നെഗറ്റീവ് പറഞ്ഞവരുണ്ട്. കാരണം നമുക്കറിയാം 160 ആകുമ്പോൾ ഇത്രയും വലിയ വീലാകുമ്പോൾ എന്തായാലും 220 ആയിട്ട് തന്നെ നമുക്ക് ഇനീഷ്യൽ ടോർക്ക് പിക്കപ്പ് കിട്ടുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞു. സാറിന് ഈ അവഞ്ചർ യൂസ് ചെയ്തതിൽ നല്ല കാര്യങ്ങൾ എന്താ പറയാനുള്ളത്? ഇത് നല്ല കാര്യങ്ങൾ ഇപ്പോൾ കുറേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മെയിനായിട്ട് ഇതിന്റെ മൈലേജ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 48 കിലോമീറ്റർ 50 കിട്ടി. മോശമില്ലാത്ത മൈലേജ് ആണ്. പിന്നെ അത് ചില റോഡ് കണ്ടീഷൻ പോലെ ഇരിക്കും. നല്ല ലോങ്ങിൽ അന്ന് കിട്ടിയത്, എന്നാൽ പോലും 45 എന്തായാലും കിട്ടും. 45 ചുരുങ്ങി കിട്ടുന്നുണ്ട്. കുറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെന്ന് പറഞ്ഞാല്
ടയർ ലൈഫാ? ടയർ ലൈഫ് ഞാനിപ്പോൾ 26,000 കിലോമീറ്ററിലാണ് സ്റ്റോക്ക് ടയർ മാറ്റിയത്. സ്റ്റോക്ക് ടയർ 26 കിലോമീറ്റർ. അപ്പൊ നല്ലൊരു ലൈഫ് കിട്ടി പറയാം. കിട്ടി. അതാണ് ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇനീഷ്യൽ റേസ് ചെയ്ത് എടുത്ത് പോകുമ്പോൾ ഈ ടയറിന്റെ ലൈഫൊക്കെ കുറയും. അപ്പോൾ ആ സാറിന്റെ ഒരു എക്സ്പീരിയൻസ്. അതെ നമ്മളിപ്പോൾ എന്താണ് കാണാം സ്റ്റണ്ട് ബൈക്കൊക്കെ ചെയ്യുന്ന എത്ര കിലോമീറ്റർ കിട്ടുമോ നമുക്കറിയാം. അതെ അത്രയും നമ്മൾ ലോഡ് എടുക്കുന്നതനുസരിച്ചിട്ട് അത് തേയ്മാനം കൂടും. നമ്മളെ സ്പ്രോക്കറ്റും കാര്യങ്ങളും എത്ര കിട്ടിയിരുന്നു? സ്പ്രോക്കറ്റിന് എനിക്ക് 30,000 കിലോമീറ്ററാണ് സ്പ്രോക്കറ്റും ചെയിനും മാറ്റിയത്. 30,000 കിലോമീറ്റർ ഓടി ഒരു എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ സ്റ്റോക്ക് 30,000 കിലോമീറ്റർ ഓടി. അപ്പം ഇതിന്റെ കൺസോളൊക്കെ നോക്കുവാണെങ്കിൽ പിന്നെ ഇതിന്റെ ബാറ്ററി ഇൻഡിക്കേറ്ററും ബജാജിന്റെ ഒരു എംബ്ലം ന്യൂട്രൽ ABS ഇൻഡിക്കേഷനൊക്കെ ഇവിടെ വരുന്നത്. ഓക്കെ. പിന്നെ ഓഡോമീറ്റർ ഇപ്പം ഡിജിറ്റൽ ആക്കിയിട്ട് മുന്നേ ഇത് അനലോഗ് ആയിരുന്നു. അപ്പോൾ അതിൽ കിലോമീറ്ററും ട്രിപ്പ് 2 ഉണ്ട്. ട്രിപ്പ് 1 ട്രിപ്പ് 2 ഉണ്ട്. ടൈം ഉണ്ട്. പിന്നെ ഫ്യൂൽ ഗേജ് ഇവിടെ താഴത്തെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. റീസെറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ഓപ്ഷൻ ബട്ടൺ ഇവിടെ ഉണ്ട്. ഈ മീറ്ററും കാര്യങ്ങളിലും പിന്നെ ഇതിലൊരു ചേഞ്ച് എനിക്കിതൊരു ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഭാഗം ഇതിങ്ങനെ ഈ അസ്ഥി കൂടം പോലെ ഇങ്ങനെ പുറത്ത് കാണിക്കുന്നത്. അതിവിടെ ഒരു എന്തെങ്കിലും ഒരു സ്റ്റീലിന്റെ ഒരു ഇതുപോലെ കൊടുത്തിട്ട് ഫ്രെയിം കൊടുത്തിട്ട് സൈഡിൽ കവർ അവരിങ്ങനെ കർവി ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കുറച്ചും കൂടെ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. ഓക്കെ, അത് ചെറിയൊരു നെഗറ്റീവ് പറയാം അല്ലേ? പിന്നെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് പറഞ്ഞല്ലോ അതിന്റെ കൂടെ തന്നെ അതുപോലെ ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കിടുവായാണ് വണ്ടി. അടിപൊളിയാണ്. അതാണ് എനിക്ക് ഏറ്റവും ഒരു വിഷമമായിട്ട് തോന്നുന്നില്ല ഈ കാര്യം. നല്ല അത്യാവശ്യം ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ഇത് വരുന്ന ബ്രേക്ക് ചെയ്യേണ്ട നമ്മുടെ കുറച്ച് കാലിന് ഒരു ബലം കൊടുക്കേണ്ടി വരുന്നു ബാക്കിൽ. പക്ഷെ അത് ഞാൻ ഫ്രണ്ടും കൂടെ ചേർത്ത് പിടിച്ചിട്ട് മേക്കപ്പ് ചെയ്യാണ്. ബാക്കിൽ ഡിസ്ക് ഇല്ലാത്തൊരു പോരായ്മ അതൊരു പോരായ്മ. ബാക്ക് ABS സിംഗിൾ ചാനലാണ്. ബാക്കിൽ സെൻസർ ഉണ്ട് നല്ലത്. അത് ശരിക്കും ABS ആയിട്ട് വർക്ക് ചെയ്യില്ല. ഓയിൽ പമ്പിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യൂ. അതെ. അപ്പം ബാക്കിൽ ഡിസ്ക് ഇല്ലാത്തൊരു പോരായ്മ. വേറെ നെഗറ്റീവ് വരുന്നുണ്ട് വണ്ടിയിൽ? ഈ രണ്ടും മാത്രമാണ്. ഇത് രണ്ടും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ബാക്കി സസ്പെൻഷൻ ഒക്കെ കിട്ടില്ലാണ്. സസ്പെൻഷൻ അടിപൊളിയാണ്. പിന്നെ നടുവേദനയും അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ. പിന്നെ ഈ വണ്ടി ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് പറയുകയാണെങ്കിൽ ഒരു അത്യാവശ്യം എന്തായാലും ഈ റഫ് ജേണി അതായത് റഫായിട്ട് റൈഡ് ചെയ്യുന്നവർക്ക് അവർക്ക് എന്തായാലും ഈ വണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പറ്റുന്ന വണ്ടിയല്ല ഇത്. അപ്പോൾ ഇത് നമുക്ക് ഒരു വണ്ടി നല്ല ഡീസൻ്റ് ആയിട്ട് പോവാം. സമാധാനമായിട്ട് പോകുന്നവർക്ക് പറ്റിയൊരു വണ്ടി. യാത്രകളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ വണ്ടി ഇതേപോലെ അത്യാവശ്യം വണ്ടി പ്രേമികൾക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. ഓക്കെ, നല്ല സ്റ്റൈലിഷിൽ തിളങ്ങി നിൽക്കാൻ പറ്റിയൊരു വണ്ടി. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിനൊപ്പം ഒരു കാര്യം കൂടി, ബിജു സാറിന്റെ അവഞ്ചറിന്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത്. മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും അല്ലോ. പോസിറ്റീവ് മാത്രമേ അല്ലോ, അത് ജെന്യുവായ റിവ്യൂ. ഓക്കെ, അപ്പം നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പുതിയിട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് ഉപകാരം എല്ലാവരും വീഡിയോ കൂടി ആവട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.